ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് ആണ്. അവർ ഏത് രീതിയിലാണ് നിങ്ങളെ ഇപ്പോൾ നോക്കി കാണുന്നത്, അവരുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻസ് ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് കണക്ട് ആകുന്നത്, എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ നന്നായിട്ട് ഡീപ്പായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് റിയൂണിയൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് തോട്ട്സ് മാത്രം മൈൻഡിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം കണക്ട് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജഡ്ജ്മെന്റ്, ടു ഓഫ് കപ്സ്, the moon energy, king of pentacles, 3 of cups, ace of cups, strength, star energy, 10 of cups, queen of cups, 6 of wands, fool energy, ace of wands, 2 of wands, hanged man, tower energy, 10 of wands, the emperor, ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് മജീഷ്യൻ ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ആ ഒരു വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ പ്രോപ്പറായിട്ട് നടക്കുന്നൊന്നും ഉണ്ടാവില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും കാണില്ലായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ കടന്നു മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ നൽകാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന മജീഷ്യൻ എനർജിയാണ്. അപ്പൊ ഏത് സാഹചര്യം കൊണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. മാത്രമല്ല ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അകറ്റി നിർത്തിയ നിങ്ങളുടെ വ്യക്തി അവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാണ്. അട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രേയേഴ്സ് കാര്യങ്ങൾ വഴി നിങ്ങളെ അവരുടെ എനർജിയിലേക്ക് എടുക്കുക. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ പല രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ആ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അവരിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു സമയം തന്നെയാണിത്. അത്രത്തോളം അവരെ നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്ത് കാരണം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളും ആയിക്കൊള്ളട്ടെ, ഇപ്പോ ഈ ഒരു സമയം അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ആഗ്രഹിക്കാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവിടെ ഒരു കാരണം ഉണ്ടായിരിക്കും. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ചേസിങ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്
നിങ്ങളെ ചേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് സിറ്റുവേഷനിൽ നിങ്ങളെ മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പോ അവരുടെ എനർജിയിൽ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണം എന്നുള്ള അതിയായ ആഗ്രഹം അല്ലെങ്കിൽ അതിശക്തമായ രീതിയിൽ അവരുടെ മനസ്സിലേക്ക് ആ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ തുടങ്ങാനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന തന്നെ ടവർ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ നേരിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു കർമ്മ അത് അവർക്ക് നേരിട്ട് നിൽക്കുന്നുണ്ട്. ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ തന്നെ എല്ലാ രീതിക്കും ഒരു നീതിക്ക് വേണ്ടിയിട്ട് അലയുന്ന ഒരവസ്ഥ. അപ്പൊ സ്വന്തം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കിട്ടിയിരിക്കുന്ന തിരിച്ചടികളിലൂടെ നിങ്ങളുടെ ഓർമ്മകൾ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതിപൂർവം നിങ്ങളോട് സ്നേഹം കാര്യങ്ങളൊക്കെ തരാതിരുന്ന ഒരു person ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്തകളാണ് അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം കൊണ്ടിട്ടാണ് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ person ന്റെ മനസ്സിൽ ഭയങ്കര strong ആയിട്ട് നിൽക്കുന്നതും അതിനു വേണ്ടിയിട്ട് അവർ നിങ്ങളെ manifest ചെയ്യുന്നതും. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇവരിൽ നിന്ന് ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് ലെറ്റ് ഗോ ചെയ്ത് മാറി പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങൾ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഇവരിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഇവർ അത്രയും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ stuck ആയി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളുടെ person നിങ്ങളെ വേണമെന്നൊരു ചിന്തയും അതുപോലെ direct നിങ്ങളിലേക്ക് സംസാരിക്കാനുള്ള ഒരു fear ഭയങ്കരമായ ഒരു ഭയം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ആദ്യമേ തന്നെ നിങ്ങളുടെ എനർജി വീണ്ടും അവരിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിയ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇപ്പൊ എന്തായാലും നിങ്ങളെ തിരികെ വേണം. മാത്രമല്ല അവർ നിങ്ങളുടെ പുറകെ വരിക തന്നെ ചെയ്യും. അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലും മാനിഫെസ്റ്റേഷൻ എനർജി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ person അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എഗെയിൻ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും കപ്പിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിലും നിങ്ങളെ അതിയായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു person തന്നെയാണ് ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. സന്തോഷകരമായ ഒരു പരിസമാപ്തി റിലേഷൻഷിപ്പിൽ വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ അവരെ നേരിട്ട് നിൽക്കുന്ന അവസ്ഥകളിലൂടെ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഘടനകളെ എല്ലാം വീണ്ടെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം. മാത്രമല്ല സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു നീതി ലഭിക്കണം എന്നുള്ള ഒരു ചിന്ത അതിയായിട്ട് അവരുടെ മനസ്സിലേക്ക് തോന്നുന്നുണ്ട്. വീണ്ടും നിങ്ങളുമായി ഒരു connection മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ soul എത്രത്തോളം pure ആയിട്ടുള്ള soul ആണെന്നുള്ളത് അവർ realize ചെയ്യുന്ന ഒരു നിമിഷങ്ങളാണിത്. ഇപ്പൊ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ സ്വയം ഭയങ്കരമായിട്ടൊരു വീർപ്പുമുട്ടി നിൽക്കുന്ന stage ആണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു emotions അവരുടെ ഒരു frustration ഇതൊന്നും അങ്ങോട്ട് ഒരു limit ൽ കൂടുതൽ control ചെയ്യാനായിട്ട് ഒന്നും സാധിക്കുന്നില്ല. വളരെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു രീതിയിലൂടെ പോകുന്ന ഒരു person ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ കാണുന്നത്. സ്വന്തം comfort zone നോക്കി മാത്രം ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു comfort zone ൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് സ്വന്തം ഇഷ്ടത്തോടു കൂടി പുറത്തേക്ക് വന്നിരിക്കുന്നതല്ല actually ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാലത്തിന്റെ കളിയാണ്, കർമ്മയുടെ കളിയാണ്. അപ്രതീക്ഷിതമായ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന തകർച്ചകൾ തന്നെയാണ്. അവർക്ക് സ്വന്തം ഒരു എന്താ പറയാ അവരുടെ ആ ഒരു വ്യക്തിത്വം ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഭയങ്കരമായ ഒരു physically ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ person ഭയങ്കരമായിട്ട് struggle ചെയ്യുന്ന ഒരു situation ആണ്. ഇവിടെ ഒരു depression അവസ്ഥ ഭയങ്കര strong ആയിട്ട് കാണുന്നുണ്ട്. കാലം അവരെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ പോലും മറന്നുപോയ പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഓർത്തെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹത്തിന്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അവര് തന്നെ സ്വയം ഓർത്തെടുക്കുന്നു. വീണ്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഹൃദയത്തോട് നിങ്ങളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവർക്ക് ഇങ്ങനെയൊക്കെ ഒരു changes ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ relationship ൽ നിങ്ങളെ വേദനിപ്പിച്ച് മാറ്റി നിർത്തി, അവഗണിച്ച് മാറ്റി നിർത്തി, avoid ചെയ്ത് മാറ്റി നിർത്തിയ ഒരു person ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു energy വെച്ച് connect ചെയ്ത് നോക്കാം. ഇപ്പൊ എന്തായാലും അവരുടെ കാഴ്ചപ്പാടുകൾക്ക്, ചിന്താഗതികൾക്ക് ഒക്കെ ഇവിടെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു communication നിങ്ങളോടൊന്ന് സംസാരിക്കുക എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു person ഭയങ്കരമായിട്ട് ഒരു ധാർഷ്ട്യമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ധാർഷ്ട്യമൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ധാർഷ്ട്യ സ്വഭാവം ഒക്കെ ഇപ്പൊ പതുക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു പച്ചയായ മനുഷ്യനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്.
തലകൊണ്ട് മാത്രം ചിന്തിച്ചിരുന്ന വ്യക്തി, തലകൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ അവര് ബുദ്ധിപൂർവ്വം മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അവരുടെ ഹൃദയം, ഹേർട്ട് ചക്രയൊക്കെ ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു. ഇമോഷൻസ് ഭയങ്കരമായിട്ട്, ഇപ്പൊ നിങ്ങൾ അവരുടെ മുമ്പിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുകയോ അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് പറയുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവര് ഭയങ്കര പ്രാധാന്യമൊന്നും അതിന് കൽപ്പിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതി, അവർക്ക് സ്നേഹമില്ല എന്നുള്ളതല്ല അതിന്റെ മീനിങ്. അവർ അങ്ങനെ ഒരു പ്രത്യേക നേച്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ അവരുടെ ആ ഒരു ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങൾ മാറിയിട്ട് കാര്യങ്ങളെ വൈകാരികപരമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പൊ അവരിൽ ഒരുപാട് ചേഞ്ചസ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ അവർക്ക് അവരുടെ ഹേർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആണ്. വളരെ പ്രതീക്ഷയോട് കൂടി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നോക്കി കാണുന്നുണ്ട്. കാരണം അവരുടെ എനർജിയിൽ ഇപ്പൊ നിങ്ങൾക്ക് അവരെ വേണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു പടി മുകളിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നൊരു ചിന്തയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ രീതിക്കും അവരുടെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ അവരിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ വിട്ടു പോകാത്ത രീതിയിൽ എന്നുള്ളത് ഇവിടെ വന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്നും ഒരുപാട് വേദനകളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ ഇനിയിപ്പോ വേണോ വേണ്ട അല്ലെങ്കിൽ ഞാൻ എന്തായാലും പോകുന്നില്ല, അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിനാണ് മുറിവേറ്റിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ പതുക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് പല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടേതായ prayer അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് attract ചെയ്യാണ്. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇവിടെ കിടക്കുന്നത്. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു പെയിൻ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അതോടൊപ്പം നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയും. അപ്പൊ ഈ ഒരു രണ്ട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആണെന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ അവർക്ക് സ്വയമേ ഒരു നീതി ലഭിക്കണം. അത് നിങ്ങളിൽ നിന്ന് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് എവിടെ നിന്നോ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എവിടെ നിന്നോ എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ചിലപ്പോൾ നേരത്തെ മുതലേ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ട് അവർ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നവരായിരിക്കാം. ഇപ്പൊ രണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് അവർ മനസ്സിലാക്കുന്നത് അവരുടെ ലൈഫിൽ നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രസൻസോട് കൂടി മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഈ ഒരു നഷ്ടാവസ്ഥ അത് അവർക്ക് ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ യാതൊരുവിധ താല്പര്യങ്ങളും ഇല്ല. നിങ്ങളെ അവർക്ക് നേടണം. ഇതൊരു നഷ്ടമായിട്ട് കണ്ട് മറ്റൊരു രീതിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോയി മറ്റെന്തെങ്കിലും ലൈഫ് തിരഞ്ഞെടുക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നിങ്ങളെ തന്നെയാണ് തിരികെ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുക എന്നുള്ളത് ഇവിടെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ എന്തായാലും ഇവരായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് തന്നെ മൗണ്ട് എനർജിയാണ്, 6 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു സംസാരം, ഒരു തുറന്ന ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാത്തതായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാത്തതായിട്ടുണ്ടെങ്കിലോ അത് മാത്രമല്ല അവരുടെ ആ ഒരു ഇമോഷൻസ് അവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റുപറച്ചിലുകൾ കൂടിയാണ്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് സ്ട്രോങ് ആയിട്ടൊരു ഫിയർ കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ഫിയർ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ ബന്ധത്തിൽ ഇവർ നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് മടിക്കാനുള്ള ഈ ഒരു ഭയം, അത്രത്തോളം ഒരു ഭയം ഇവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ അത്രയും വലിയൊരു തെറ്റ് നിങ്ങളോട് ചെയ്ത വ്യക്തികൾ തന്നെയാണ്. പക്ഷെ എത്ര തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ഇവിടെ അവർക്ക് ആ ഒരു തിരിച്ചടി വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ലൈഫിൽ ലഭിച്ചിട്ടുണ്ട്. എങ്ങോട്ടേക്കാണോ ഇവർ കയറി മുകളിലേക്ക് പോയത് അവിടെ നിന്നും കൂപ്പും കുത്തി നിലത്തേക്ക് വീഴുന്ന ഒരു അവസ്ഥ. എല്ലാ രീതിക്കും ഒരു തകർച്ച അവർക്ക് സംഭവിച്ചിരിക്കുന്ന സ്റ്റേജ് ആണ്. ദുഃഖകരമായ ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധത്തിന്റെ ഭാരവും പേറി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനാണ് നിങ്ങളുടെ പ്രസൻസ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് അവരുടെ ഒരു സ്വാർത്ഥതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്വാർത്ഥതയുണ്ട്. കാരണം ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ കുറച്ച് സ്വാർത്ഥ മനോഭാവം ധാർഷ്ട്യവും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തായാലും നീതി ലഭിക്കണം. മാത്രമല്ല അവർക്ക് സ്വാർത്ഥത മാത്രമല്ല, അവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു തിരിച്ചറിവിലൂടെ
അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടിയിലൂടെ ആത്മാർത്ഥമായ ഒരു സ്നേഹവും നിങ്ങളിലേക്ക് തോന്നുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പഴയകാല ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അവർ നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കാതിരുന്നതിലൊക്കെ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളെ വേണം എന്നൊരു ചിന്ത തോന്നുന്നുണ്ട്. അവരുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് അവർ തന്നെ സ്വയം തിരിച്ചറിയുന്നുണ്ട് ഇവിടെ. ആ ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പിഴവുകൾ സംഭവിച്ചു പോയി. അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഇനി കാര്യമില്ല. മുന്നോട്ടേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളെ വേദനിപ്പിച്ച ഒരുപാട് നിങ്ങളെ എന്താ പറയാ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ഒരു എന്താ പറയാ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണെ ഒരുപാട് ഇവര് പല രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോ അതിലൊക്കെ കുറ്റബോധം തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു എനർജി, അതായത് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ അവരോട് ദേഷ്യമായിരിക്കും എന്നുള്ള അവരുടെ ഒരു തെറ്റിദ്ധാരണകൾ, ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടായിരിക്കും, അപ്പൊ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ കുറച്ചൊരു തെറ്റിദ്ധാരണകളും വന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തി തിരിച്ചു വരുവാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരിക്കാം നിൽക്കുന്നത്. പക്ഷെ ഇവരത് പൂർണ്ണമായിട്ടും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തെറ്റിദ്ധാരണകൾ എന്ന് പറയാൻ കാരണം. അപ്പൊ അങ്ങനെയൊക്കെ ചിന്ത ഇവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അവര് ആദ്യമേ നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ട് ഇവരെ വേണമെന്നുള്ള ഒരു ആഗ്രഹം വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് നിറക്കുക. അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കാൻ കുറച്ചുകൂടെ അവർക്ക് എളുപ്പമായിരിക്കും. ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താൻ എളുപ്പമായിരിക്കും. ആ ഒരു എന്താ പറയാ ആമുഖം കാര്യങ്ങളൊന്നും നടത്തേണ്ട ഒരു ആവശ്യം ഇല്ല അവർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ പുറകെ നിങ്ങളുടെ പേഴ്സൺ വരാൻ സാധ്യതകളുണ്ട്. എല്ലാ രീതിക്കും തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റി നിർത്തി ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് അവരായിട്ട് തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്ന സമയം കൂടിയാണ്. മാത്രവുമല്ല ഈ ഒരു സമയത്ത് നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ അവരുടെ ലൈഫിലേക്ക് ലഭിച്ചതിൽ അവർ എല്ലാ രീതിക്കും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന തിരിച്ചറിവുകളിലൂടെ നിങ്ങൾ അവരുടെ ലൈഫിൽ ആരായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജും കൂടിയാണിത്. തിരിച്ചറിവുകൾ വരുന്നു, കുറ്റബോധം വരുന്നു, എല്ലാ രീതിക്കും ലൈഫിൽ സ്റ്റക്ക് ആണ്. ഒരു ഫ്രീസ് ആയ ഒരവസ്ഥയാണ്. പക്ഷെ ആ ഒരു ഫ്രീസ് ആയ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഫീൽ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ദേഷ്യം വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും സ്ട്രെങ്ത് വീണ്ടെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അവരുടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ അവർ മാറ്റി നിർത്തി ആ ഒരു ഇമോഷണലി അവർ നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പേഷ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ സ്വയമേ തന്നെ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇപ്പോ എടുത്തുചാട്ടമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്വയമേ തന്നെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. വളരെയധികം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതോടൊപ്പം ആ ഒരു ദുഃഖം, ഒരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം അവരുടെ ഉള്ളിലേക്ക് വരുന്ന ദുഃഖം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്തയാണ്. ഒരു പാനിക് ആവുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ അത് അതേപോലെ തന്നെ ഇനി മുന്നോട്ടേക്കും വേണം, ഫ്യൂച്ചറിലേക്കും വേണം. അതിന്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിൽ മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അവരെടുക്കേണ്ട എഫേർട്ട് ഒക്കെ അവരെടുക്കാൻ തയ്യാറാണ്. കാരണം ആ ഒരു സ്ട്രക്ചർ വീണ്ടെടുക്കണം. ഒരിക്കലും പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധത്തെ നഷ്ടപ്പെടുത്താൻ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഇവിടെ കിട്ടുന്നത്. നമുക്കിവിടെ കാണാൻ തന്നെ സാധിക്കും. ഓരോ സ്പ്രെഡുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണെങ്കിലും 2 ഓഫ് കപ്സ് ആണ്, ജഡ്ജ്മെന്റ് എനർജി വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ് ആണെങ്കിലും ഫൂൾ എനർജി ആണെന്നുണ്ടെങ്കിലും കപ്പ് എനർജി തന്നെ ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്. കപ്പ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ആണത്. വൈകാരികപരമായിട്ട് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഹോപ്പ്, വളരെ പ്രതീക്ഷ, ഓരോ നിമിഷവും അർഹതപ്പെട്ട ആ ഒരു സ്നേഹത്തിന്റെ ഉറവിടം നിങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭാഗത്ത് നിന്നും പറ്റിയിരിക്കുന്ന തെറ്റുകള് കുറവുകള് പൂർണ്ണമായിട്ടും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അവർ അട്രാക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു അട്രാക്ഷൻ മാത്രമല്ല, മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, മെന്റലി ഉള്ള ഒരു എനർജി, അട്രാക്ട് ചെയ്യുന്ന എനർജി, ആ ഒരു കാര്യങ്ങൾ മാത്രമല്ല, പ്രാക്ടിക്കലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. കാരണം കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു,
ഇവിടെ ചേസിങ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ ഇവര് നിങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യുക. കാരണം ചിലവരുടെ കേസിൽ അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു സംസാരമോ കാര്യങ്ങളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലവരുടെ കേസിൽ അവർ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ പുറകെ തന്നെ വരാനുള്ള സാധ്യതകൾ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനകളിലൂടെ കടന്നു പോകുന്ന സ്റ്റേജ് ആണ്. സന്തോഷകരമായ പരിസമാപ്തി സ്വന്തം ആവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്ന സമയമാണ്. രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ ആണ് ഇപ്പൊ സമാധാനം വേണ്ടത്, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം വേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം അവരിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും സമൃദ്ധിയും വീണ്ടെടുക്കാനായിട്ടാണ് അവരിൽ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ഉണർവിലൂടെ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് ആയിട്ട് അവരിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേദനകളിലൂടെ കടന്നുപോയവരാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയമാണത്. നിങ്ങളുടെ സമയമായതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ വളരെയധികം ട്രസ്റ്റോടു കൂടി ഇപ്പോഴും ഈ ഒരു ബന്ധം ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിലൊക്കെയാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോയത്? അങ്ങനെയാണെങ്കിൽ വിധി പോലും നിങ്ങൾക്ക് മുന്നിൽ വഴിമാറുന്ന സമയം. കാരണം ഇവരായിട്ട് തന്നെ വളരെയധികം ക്യൂരിയോസിറ്റിയോട് കൂടി, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ വേണമെന്നുള്ള വളരെയധികം പാഷനേറ്റോട് കൂടി നിങ്ങൾക്കിടയിലുള്ള ആ ഒരു അകൽച്ചയെ പൂർണ്ണമായിട്ടും തകർക്കുക, അല്ലെങ്കിൽ ആ ഒരു സൈലൻസ്, ഒരു നിശബ്ദമായ ഒരു അവസ്ഥ നിങ്ങളുടെ ബന്ധത്തിൽ നടുവിൽ ഇങ്ങനെ ഭയങ്കരമായി തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം പൂർണ്ണമായും ലെറ്റ് ഗോ ചെയ്ത് ഈ ഒരു ബന്ധത്തെ വീണ്ടും ബാലൻസ് ചെയ്യുക. പഴയ ആ ഒരു ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ബന്ധത്തെ നിലനിർത്തുക. നിങ്ങളിലേക്ക് ഒരു forgiveness നടത്തുക, ഒരു ഏറ്റുപറച്ചിലുകൾ നടത്തുക. അവരുടെ തന്നെ ഈ ഒരു ഐസൊലേഷൻ പീരീഡിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇവിടെ ഐസൊലേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ അവർ ഫ്രീസ് ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളും ഈ ഒരു അവസ്ഥകളിലൂടെ തന്നെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിയർ ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനൊക്കെ വളരെ ധൈര്യത്തോടു കൂടി നേരിടാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറെടുക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പൂർണ്ണമായും റിലീസ് ചെയ്യുക. അവർക്ക് വളരെയധികം ഒരു പ്രണയം, അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ വാക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തിക്ക് ഹൃദയം കൊണ്ട് നിങ്ങളെ തൊട്ടറിയുന്ന നിമിഷം തന്നെയാണ്. കാരണം നിങ്ങളെ വേണം എന്നുള്ള ആഗ്രഹം ഓരോ നിമിഷവും കൂടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറന്റ് ഫീലിങ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. സ്കോർപിയസ്, കൊല്ലം ജില്ല, ഔട്ട്സൈഡ് കേരള, അക്വേറിയസ്, ജി എന്നൊരു ലെറ്റർ, കൊല്ലം എഗെയിൻ വന്നിട്ടുണ്ട്, ഇടുക്കി 3 എന്നൊരു നമ്പർ, വിശാഖം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, രോഹിണി, പി എന്നൊരു ലെറ്റർ, 27, ഡി എന്നൊരു ലെറ്റർ, ഡിസംബർ മന്ത്, എം എന്നൊരു ലെറ്റർ, എറണാകുളം, എൻ എന്നൊരു ലെറ്റർ, 4 എന്നൊരു നമ്പർ, ഏപ്രിൽ, എറണാകുളം എഗെയിൻ വന്നിട്ടുണ്ട്, ഡി എന്നൊരു ലെറ്റർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിവിടെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ് 3 വന്നിട്ടുണ്ട്, 2 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 6 വന്നിട്ടുണ്ട്, 2 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 10 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.